ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സ്ക്വയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ കൂടി പറയാൻ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ എല്ലാ ടേംസിന്റെയും ഇംഗ്ലീഷും കൂടി പറയുന്നുണ്ട്. മലയാളം മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് നോക്കാം, മലയാളത്തിലും ഇംഗ്ലീഷിലും പറയാൻ ശ്രമിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ. ഈ ചാപ്റ്ററിൽ വരാവുന്ന എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബീജഗണിത രൂപം അല്ലെങ്കിൽ അരിത്തമെറ്റിക്സ് ഓൾജിബ്രൈക് ഫോം എഴുതാനാണ്. ഓക്കെ, ഈ 3 ടൈപ്പിലാണ് ഓൾജിബ്രൈക് ഫോം എഴുതാൻ ചോദിക്കുന്നത്. ആദ്യത്തെ ടൈപ്പ് സീക്വൻസ് തന്നിട്ട് ഓൾജിബ്രൈക് ഫോം എഴുതാൻ. രണ്ടാമത്തെ ടൈപ്പ് അതിന്റെ nth ടേം n-ാം പദം തന്നിട്ട് ഓൾജിബ്രൈക് ഫോം എഴുതാൻ. മൂന്നാമത്തെ ടൈപ്പ് n പദങ്ങളുടെ തുക, അതായത് സം ഓഫ് ദി n ടേംസ് തന്നിട്ട് സീക്വൻസ് എഴുതാൻ. ഈ 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച വർഷവും അതിന്റെ മാർക്കും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് സീക്വൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതാനാണ് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് സീക്വൻസിന്റെയും ഓൾജിബ്രൈക് ഫോം എഴുതുക എന്ന് പറഞ്ഞാൽ അതിന്റെ nth ടേം അല്ലെങ്കിൽ n-ാം പദം കാണുക എന്നുള്ളതാണ്. അത് ആലോചിക്കുക. nth ടേം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. an = a + n - 1 × d. ഇതിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. a എന്ന് പറയുന്നത് ആദ്യ പദം, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, 1 മാർക്ക് എളുപ്പത്തിൽ കിട്ടും. ആദ്യത്തെ സീക്വൻസിലെ ആദ്യ പദം 1, പൊതുവ്യത്യാസം 4 - 1 3. nth ടേം എന്താ? 1 + n - 1 × 3. 1 + 3n - 3 3n - 2. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2⁻1, 2⁴, 2�7. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഈ സീക്വൻസിനും എന്തോ ഒരു ബന്ധമല്ലേ? അതെന്താ? പവറിൽ വരുന്ന സീക്വൻസ് ഇത് തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ nth ടേം അറിയാലോ, 3n - 2 അല്ലെ? അപ്പൊ 2⁻3n - 2 ആയിരിക്കും ഈ സീക്വൻസിന്റെ nth ടേം. അപ്പൊ ഇതിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം എന്താ? 2⁻3n - 2. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതും ഇതേപോലെ തന്നെ സിമ്പിൾ ആണ്. സീക്വൻസ് തന്നിട്ട് ഓൾജിബ്രൈക് ഫോം എഴുതാൻ. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിൽ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 5n + 3 എന്ന് പറയുന്നത് ഏതോ ഒരു സീക്വൻസിന്റെ nth ടേം ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ആ സീക്വൻസ്, ആദ്യ പദം, പൊതുവ്യത്യാസം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. nth ടേം കാണാനുള്ള ഫോർമുലയാണ് ഇത്. an = a + n - 1 × d. nth ടേം തന്നിട്ടുണ്ട് 5n + 3. ഇതില് എന്നിന് പകരം 1 കൊടുത്ത് എന്താ സംഭവിക്കുക? ഫസ്റ്റ് ടേം കിട്ടും അല്ലെ? a1 = 5 × 1 + 3 = 8. ഇനി 2 കൊടുത്താലോ? 5 × 2 + 3 = 30. അപ്പൊ നമുക്ക് ആദ്യ പദം കിട്ടി, രണ്ടാമത്തെ പദം കിട്ടി. ഇനി എങ്ങനെയാ സീക്വൻസ് ചെയ്താ? ഇതിന് പൊതുവ്യത്യാസം ആദ്യം കാണണം. d = second term minus first term, 13 - 8 = 5. ഇനി സീക്വൻസ് എഴുതാലോ. 8 second term, 13 third term, 18 etc. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് n പദങ്ങളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് തന്നിട്ട് ശ്രേണി എഴുതാൻ, സീക്വൻസ് എഴുതാൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമുക്ക് n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അറിയാം അല്ലെ? Sn = n/2 × 2a + n - 1 × d. ഓക്കെ, ഇതിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കാണണം, കോമൺ ഡിഫറൻസ് കാണണം. ഓക്കെ, ഫസ്റ്റ് ടേം എങ്ങനെ കാണാം? 2n² + 8 എന്ന് പറയുന്നത് ഫസ്റ്റ് സം ഓഫ് n ടേംസ് ആണ്. n ടേംസിന്റെ തുകയാണ് 2n² + 8n. അപ്പോൾ n-ന് പകരം ഇവിടെ 2 കൊടുത്താൽ 2 പദങ്ങളുടെ തുക. അപ്പൊ 1 കൊടുത്താലോ
ഒരു ടേമിന്റെ തുക എന്ന് പറയുന്ന ആ ടേം തന്നെയല്ലേ. ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടാം? എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം a ഈക്വൽ ടു 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു 1 2 പ്ലസ് 8 10. ഇനി നമുക്ക് എന്നിന് 2 കൊടുത്ത് നോക്കാം. അപ്പൊ എന്താ കിട്ടുന്നത്? ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക. അപ്പൊ s 2 ഈക്വൽ ടു 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു 2 2 ഇൻറ്റു 4 പ്ലസ് 16 24. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം കിട്ടി. ഇതിന്ന് സെക്കൻഡ് ടേം എങ്ങനെയാ കാണാം? ഈ സമ്മന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ സെക്കൻഡ് ടേം. a2 ഈക്വൽ ടു 24 മൈനസ് 10 ഈക്വൽ ടു 40. ഇനി നമുക്ക് സീക്വൻസ് എഴുതാലോ. ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് ടേം കിട്ടി, അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ സീക്വൻസ് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ആർ ആഡഡ് ടു ഗെറ്റ് 330. അതായത് ഫസ്റ്റ് എത്ര ടേംസ് കൂട്ടിയാലാണ് 330 എന്ന പദം വരാന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2n സ്ക്വയർ പ്ലസ് 8n ഫസ്റ്റ് n ടേംസിന്റെ സമ്മാണ്. ഇത് എപ്പോഴാണ് 330 ആവുക? എന്നിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 330 വരിക? എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിനെ നമുക്ക് 2n സ്ക്വയർ പ്ലസ് 8n മൈനസ് 330 ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാലോ. ഇതെന്താ? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണല്ലേ. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോളിനോമിയൽ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് എങ്ങനെ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന്. ഇനി എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം, പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദങ്ങൾ. ഇതില് ചോദിച്ച ക്വസ്റ്റ്യൻസും അത് ഏതൊക്കെ വർഷങ്ങളിലാണ് ചോദിച്ചെന്ന് എത്ര മാർക്കെന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റത്തെ രണ്ട് ക്വസ്റ്റ്യൻ നോക്കുക. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ മലയാളത്തിൽ എങ്ങനെ പറയാം? ഒരു രണ്ടാംകൃതി സമവാക്യത്തിന് രണ്ട് ഒന്നാംകൃതി സമവാക്യത്തിന്റെ ഗുണനഫലമായി എഴുതുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന്. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് സംഖ്യകൾ കിട്ടും അല്ലെ. നമുക്ക് p, q എന്നാണ് സംഖ്യകൾ കിട്ടുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? x മൈനസ് p ഇൻറ്റു x മൈനസ് q. ഇങ്ങനെ x മൈനസ് p, x മൈനസ് q ഇത് രണ്ടും പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിലേക്ക് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതല്ലാതെ ഈ ഇക്വേഷൻ ഉപയോഗിക്കാതെ എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതല്ലേ, ആദ്യം എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് നോക്കാം 3. അതിനെ നമ്മുടെ സി പാർട്ടിലേക്ക്, ഇതിൽ ഏതാ? എ ബി സി. ഇതല്ലേ, എ എന്താ 3, ബി എന്താ -5, സി എന്താ -2 അല്ലെ. ആദ്യം നമ്മൾ എ ഇൻറ്റു സി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് -2 ഇൻറ്റു 3. ഓക്കെ, -2 ഇൻറ്റു 3 എത്രയാ? -6. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതോ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ -6 കിട്ടണം, കൂട്ടിയാൽ നമ്മുടെ ബി ആയ -5 കിട്ടണം. അപ്പൊ -6 ഗുണിച്ചാൽ കിട്ടണം, കൂട്ടിയാൽ -5 കിട്ടണം. -6 എങ്ങനെയാ കിട്ടാ? 2 ഇൻറ്റു 3. ഇതിൽ ഏതോ ഒന്ന് മൈനസ് ആയിരിക്കണം അല്ലെ. -2 എടുക്കാം, അല്ലെങ്കിൽ -3 ഇൻറ്റു 2 ആവാം. അങ്ങനെയല്ലേ -6 കിട്ടുള്ളൂ. അല്ലാതെ ഒന്നുകൂടി ഉണ്ട്, 1 ഇൻറ്റു -6 ആവാം, അല്ലെങ്കിൽ -1 ഇൻറ്റു 6 ആവാം. ഈ 4 കേസാണ് -6 പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി സമ്മ് -5 ആവണം. ഈ -2ഉം 3യും കൂട്ടിക്കഴിഞ്ഞാൽ -5 ആവോ? ഇല്ല. -3 2 ആവില്ല. 1 -6 ആവും അല്ലേ. ഇത് രണ്ടും കൂടിക്കണം. 1ഉം -6ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -5 കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഘടകങ്ങൾ. തീർന്നില്ല, നമ്മൾ ആദ്യം എ ഇൻറ്റു സി ചെയ്തില്ലേ, അതേപോലെ ഇതില് നമുക്ക് കിട്ടുന്ന സംഖ്യകൾ ഡിവൈഡഡ് ബൈ എ ചെയ്യണം. ആദ്യം ഗുണിച്ചു എ കൊണ്ട് സീനെ, ഇനി ഈ സൊല്യൂഷനിൽ എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ എ എന്താ 3. അപ്പൊ 1/3 -6/3.
1/3 മൈനസ് 6/3 -2 എന്ന് എഴുതാം. ഇനി നമ്മൾ ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാം? x മൈനസ് 1/3 ഇൻറ്റു എക്സ് മൈനസ് -2, അതിനെ x പ്ലസ് 2 എന്ന് എഴുതാം. ഇപ്പോൾ ഈ പോളിനോമിയൽ ഈക്വൽ ടു 3x² minus 5x minus 2 equal to x minus 1/3 into x plus 2. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. x² കൂടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ a ഇൻറ്റു സി എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പൊ ഇൻറ്റു എ ഇൻറ്റു സി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്താലും 1 തന്നെയാണ് ആൻസർ. അപ്പൊ നേരിട്ട് നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. p of x എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. p of 1 ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ p of -2 ഈക്വൽ ടു 0 ആണ്. എന്താ p of 1 ഈക്വൽ ടു 0യും p of -2 ഈക്വൽ ടു 0യും കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? അതായത് p of x എന്ന് പറയുന്ന പോളിനോമിയലിലെ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ തന്നെ എക്സിന്റെ സ്ഥാനത്ത് -2 കൊടുക്കുമ്പോഴും ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് p of 1 ഈക്വൽ ടു 0 അല്ലെങ്കിൽ p of -2 ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ മീനിങ്. അപ്പോൾ എക്സ് 1 കൊടുക്കുമ്പോൾ 0 ആവുകയാണെങ്കിൽ x -1 ഒരു ഫാക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് -2 കൊടുക്കുമ്പോൾ 0 ആവുകയാണെങ്കിൽ എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആയിരിക്കും. ഞാൻ എഴുതാം. അതായത് p of 1 ഈക്വൽ ടു 0 എന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് x -1 എന്ന് പറയുന്നത് p of xന്റെ ഫാക്ടർ ആണ്. അതേപോലെ തന്നെ p of -2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇംപ്ലൈ ചെയ്യുന്നത് x -2, അതായത് നമ്മൾ x പ്ലസ് 2 എന്ന് എഴുതാലോ ഇതിനെ. ഒരു ഘടകമാണ് അല്ലെ? അപ്പൊ രണ്ട് ഘടകങ്ങൾ കിട്ടിയല്ലോ. p of xന്റെ ഘടകങ്ങൾ തന്നു കഴിഞ്ഞാൽ p of x എങ്ങനെ കാണാം? ഏതൊരു പോളിനോമിയലിനും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ രണ്ട് ഘടകങ്ങളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം അല്ലെ? അപ്പൊ രണ്ട് ഘടകങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ p of x. അപ്പൊ p of x ഈക്വൽ ടു x -1 ഇൻറ്റു x -2 എന്ന് എഴുതാലോ. x² minus 2x minus x plus 2, x² minus 3x plus 2. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ജാമിതി അല്ലെങ്കിൽ ജോമെട്രി. ഇതിൽ കൂടാതെ തന്നെ ഈ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്, അതിനെക്കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിക് ഐഡിയ കൂടി വേണം കേട്ടോ ഇത് ഈ പ്രോബ്ലംസ് ചെയ്യാൻ. ഇതിൽ തന്നിരിക്കുന്നത് ഒരു സർക്കിളിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ടാവും, അത് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ടാവും. സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ കാണണം, പിന്നെ കുറച്ച് പോയിന്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, ഈ സർക്കിളിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്, പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, റേഡിയസ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഈ പോയിന്റ്സ് സർക്കിളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് കണ്ടുപിടിക്കണം. ഇതേ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. 3, 4 എന്ന് പറയുന്ന സെൻറ്റർ ആണ് 3, 4 ഒരു സർക്കിളിൻ്റെ. പാസ് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ ആണ്. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? 0, 0 അല്ലേ? ഓക്കെ, ഇതേ മെത്തേഡ് വെച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. എല്ലാം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് മൂന്നാമത്തെ എന്താ? ഒരു ലൈൻ AB എന്ന് പറയുന്ന 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അത് ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, അത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതോ നോക്കാം. ഈ 3 തരത്തിലാണ് ഈ സർക്കിൾ വെച്ചിട്ട് ചോദിച്ചിട്ടുള്ളത്. 2018, 17 എന്നീ വർഷങ്ങളായിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സർക്കിളിന്റെ സെന്റർ 3, 2 അല്ലേ? പാസിംഗ് ത്രൂ 6, 3. അപ്പൊ ഈ സർക്കിളില് ഏതോ ഒരു പോയിന്റ് 6, 3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്താണ്? അപ്പോൾ ഈ സർക്കിള് ഈ 6, 3 എന്ന പോയിന്റ് 6, 3 ഇതാണെന്ന് വിചാരിക്കും. 6, 3 എന്ന പോയിന്റിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 6, 3യും 3, 2യും തമ്മിലുള്ള നീളം എന്ന് പറയുന്നതിൽ അതിന്റെ റേഡിയസ്. അപ്പൊ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത് എന്താന്ന് കണ്ടാൽ പോരെ? ലെങ്ത് കാണാനുള്ള ഫോർമുല എന്താ? √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫോർമുലയില് ഇട്ട് കൊടുക്കാം. x2, x1, y2, y1 ഏതായിട്ട് എടുക്കാം? ഇത് x1, x2 ആയിട്ട് എടുക്കാം, x1, y1 ആയിട്ട് എടുക്കാം, ഇത് x2, y2 ആയിട്ട് എടുക്കാം. അപ്പൊ x2 6 - 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 3 - 2 ദി ഹോൾ സ്ക്വയർ. ഇത് വരും √9 + 1 √10. ഇപ്പൊ √10 അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം?
√10 ഇതാണ് സർക്കിളിന്റെ റേഡിയസ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, ഈ പോയിന്റുകളൊക്കെ സർക്കിളിന്റെ ഉള്ളിൽ വരുമോ അല്ലെങ്കിൽ സർക്കിളിനെ ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ സർക്കിളിന്റെ പുറത്തേക്ക് വരുമോ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ വരുന്നതിന് എന്താ, ഇവിടെ വരാം, പുറത്ത് വരികയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വരാം. ഈ ലൈനിനെ ടച്ച് ചെയ്യണമെങ്കിൽ ഈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കണം അല്ലേ. അപ്പോ ഇതൊക്കെ തമ്മിൽ ഈ ഒറിജിനുമായിട്ട് ഈ പോയിന്റ്സ് തമ്മിലുള്ള ബന്ധം എന്താ? ഇപ്പോ ഈ സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആണെങ്കിൽ ഈ ഒറിജിനും ആ പോയിന്റുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റേഡിയസ് ആയിരിക്കും, അതായത് √10 ആയിരിക്കും. പുറത്താണെങ്കിലോ റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും, എന്നാലല്ലേ പുറത്ത് ചാടാൻ പറ്റുള്ളൂ. അപ്പൊ അകത്താണെങ്കിലോ റേഡിയസിനേക്കാൾ കമ്മിയായിരിക്കും ഇവ തമ്മിലുള്ള അകലം. അപ്പോൾ എല്ലാത്തിനെയും ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണ്. അതും ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ 0 to നമുക്ക് നോക്കാം. 0 അല്ലേ. അപ്പൊ 0 to 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടു നോക്കാം. √3² + 2 - 2 ഹോൾ സ്ക്വയർ √9 is 3 അല്ലേ. 3 എന്ന് പറയുന്നത് √10 ചെറുതാണ് അല്ലേ. അപ്പൊ ഈ പോയിന്റ് എവിടെയാ വരിക? സർക്കിളിന്റെ അകത്താണ് വരിക. ഇങ്ങനെ ഓരോ പോയിന്റും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനേക്കാൾ √10 വലുതാണെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് ആണെന്ന് പറയാം. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ഈ സെന്റർ പാസ് ചെയ്യുന്ന പോയിന്റ് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഇതേ ഫോർമുല വെച്ചിട്ട് അടുത്ത പ്രോബ്ലം നമുക്ക് ഈസി ആയി ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. AB തന്നിട്ടുണ്ട്, 2 പോയിന്റ് തന്നിട്ടുണ്ട്, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഒരു സർക്കിൾ AB ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, പാസ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇപ്പൊ ഇവിടെയാണ് -3 അല്ലെങ്കിൽ ഈ പോയിന്റിൽ കൂടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബോർഡറിൽ ഏതോ ഒരു പോയിന്റ് -3 ഉണ്ടെങ്കിൽ റേഡിയസും ആ സെന്ററും ആ പോയിന്റും തമ്മിലുള്ള അകലം റേഡിയസിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോ നമുക്ക് എന്താ വേണ്ടത്? സെന്റർ വേണം. സെന്റർ കണ്ടുപിടിക്കാൻ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? AB ഡയമീറ്ററിന്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ മധ്യബിന്ദു ആയിരിക്കില്ല ഈ സർക്കിളിന്റെ സെന്റർ. അപ്പൊ മധ്യബിന്ദു കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ½ × x1 + x2 y1 + y2. അപ്പൊ നമുക്കിതിന് x1 y1 x2 y2 ഇങ്ങനെ എടുക്കാം അല്ലേ. സെന്ററിന്റെ കോർഡിനേറ്റ്സ് ½ × x1 -2 + x2 4, 2 + 0 ½ × 2 2 1 1 ഇതായിരിക്കുമല്ലോ സെന്റർ. ഇനി -3 3 ഉണ്ടോ നോക്കാൻ എന്താ, ഇവ തമ്മിലുള്ള ലെങ്ത് കാണുന്നു, അത് റേഡിയസിന് ഈക്വൽ ആണോ നോക്കുന്നു. അപ്പൊ റേഡിയസ് എത്രയാണെന്ന് നമുക്കറിയില്ല അല്ലെ. അപ്പൊ ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കുമല്ലോ റേഡിയസ്. അപ്പൊ നമുക്ക് AB കാണാം. AB = ഇതിന്റെ ലെങ്ത് x2 - x1 the whole square plus 4 മൈനസും പ്ലസ് ആവും 4 + 2 the whole square plus 0 - 2 -2 whole square equal to 6² plus 4 √40. ഇതാണ് റേഡിയസ്. ഇനി -3യും ഈ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് √40 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടുകയാണെങ്കിൽ ഇത് ഈ സർക്കിള് -3 3യിലേക്കൂടെ പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സ്ഥിതിവിവര കണക്കുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്, മിനിമം 4 മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് അല്ല ഇപ്പൊ പറയാൻ പോകുന്നത്. അതിന് ഒരുപാട് കൺസെപ്റ്റ്, ടെക്സ്റ്റിൽ പറഞ്ഞ മെത്തേഡ് മനസ്സിലാവണമെങ്കിൽ കുറെ കൺസെപ്റ്റ് ഒക്കെ പഠിക്കണം. ഇത് നമ്മൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഒരു എളുപ്പ വഴിയുണ്ട്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ,
ഇത് സാലറി പേഴ്സൺസ്. ഓക്കെ, നമ്മൾ ആദ്യം ഈ ഓരോ ക്ലാസ്സുകളായിട്ടാണ് അല്ലേ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻ പോയിന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ആയി 2 കോളം ഉണ്ടാക്കലാണ് ആദ്യത്തെ പണി. എക്സിൽ 90, 100, 110, 120, 130, 140 ഇതെല്ലാം എഴുതാം. ഓക്കെ, ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. എല്ലാവർക്കും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ അറിയാൻ വിചാരിക്കുന്നു. ശ്രദ്ധിച്ചോളൂ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3 അതുപോലെ തന്നെ എഴുതാം. 3 + 6 9, 9 + 5 14, 14 + 8 22, 22 + 9 31, 31 + 4 35. ആഡ് ചെയ്ത് എഴുതുക. അത്രയും. ഇനി ഇതാണ് നമ്മുടെ വൈ റോയിൽ എഴുതേണ്ടത്. 3, 9, 14, 22, 31, 35. ഓക്കെ, ഇനി 35യുടെ പകുതി കാണാം. 35 / 2 എത്ര വരും? 17.5 വരും അല്ലേ? ഈ 17.5 ഈ വൈയിൽ എവിടെയായിട്ട് വരും നോക്കാം. 17 3 അല്ല, 9 വരില്ല, 14 22 അത് അധികമായി അല്ലേ? 14ൻ്റെയും 22ൻ്റെയും ഇടയിലാണ് 17.5 വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് 35/2 ചെയ്തപ്പോൾ 17.5 കിട്ടിയിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി എഴുതാം. 14, 22 നമ്മൾ x1, x2, y1, y2 എന്ന് പേര് കൊടുക്കുക. ഇനി മധ്യമം കാണാൻ ഒരു ഫോർമുലയുണ്ട്. x - x1 / x2 - x1 = y - y1 / y2 - y1. x അതേപോലെ നമ്മുടെ x ആണ് മധ്യമം. ഓക്കെ, x - x1 110 / x2 - x1 ഇതിൻ്റെ ഡിഫറൻസ് 10. y എന്ന് പറയുന്നത് നമ്മുടെ 17.5 ആണ്. 17.5 - y1 40 / ഇത് തമ്മിലുള്ള വ്യത്യാസം 8 വരും അല്ലേ? y2 - y1. അപ്പോൾ x - 110 / 10 = ഇത് എത്ര വരും? 3.5 / 8. ഇത് x - 110 = 35/8. x = 110 + 35/8. 110 35/8. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് മധ്യമം. ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഹരിച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ നിർത്തിയാലും മതി. നമ്മളിവിടെ എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് A+ വാങ്ങിക്കുന്ന എല്ലാ ടോപ്പിക്സും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് എക്സാമിൽ പാസ്സാവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇനി വരാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇതാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.